നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള കുട്ടികൾ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ നടത്തുന്ന ശ്രമങ്ങൾ വളരെ വലുത് തന്നെയാണ്. കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തിന് തന്നെ ഇവർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുരാണങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് സമയം ചെലവഴിക്കുന്നത് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ പ്രകടനങ്ങളൊക്കെ നന്നായി തന്നെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് ആരംഭിക്കാം. വജ്രവ്യൂഹം. ഇന്നത്തെ എപ്പിസോഡിലെ വജ്രവ്യൂഹത്തിൽ ആരാണ് മത്സരിക്കാൻ വരുന്നത് നമുക്ക് നോക്കാം. ശരത്തേട്ട, ഇന്നത്തെ എപ്പിസോഡിൽ വജ്രവ്യൂഹത്തിലേക്ക് എത്തുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മങ്കട മലപ്പുറത്ത് നിന്നും ആര്യ പി ആൻഡ് ആയില്യ ബാബു. നമുക്ക് സ്വാഗതം ചെയ്യാം ആര്യ ആൻഡ് ആയില്യ. അപ്പോ ആര്യ, ആയില്യ രണ്ടുപേരും ഫുൾ സെറ്റ് ആയിട്ട് വന്നേക്കാണ്. എന്തായിരുന്നു ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ്? അങ്ങനെയൊന്നുമില്ല, എന്ന് പറഞ്ഞ പോലെ പഠിച്ചിട്ട് വന്നു, അത്രേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ക്വിസിന് അല്ലായിരുന്നല്ലോ? അല്ല. ഇപ്രാവശ്യം ക്വിസിന് എന്താ പങ്കെടുക്കാൻ തീരുമാനിച്ചേ? അത് ക്വിസിന് ചേർത്തു. അല്ലാണ്ട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്. എന്നാലും ചേർത്തപ്പോ ഇങ്ങോട്ട് പോന്നു. നന്നായി പഠിച്ചോ? എല്ലാം സെറ്റാണ്. അപ്പൊ ഈ ഒരു റൗണ്ട് എന്താണ്, ഈ ഒരു റൗണ്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് അറിയോ? പകിടായിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ? റൂൾസ് അറിയോ? ഏകദേശമൊക്കെ എന്തൊക്കെയാന്ന് കേക്കട്ടെ. പകിടിടുമ്പോ ഒരു വിഷയം വരും. പകിടിടുമ്പോ വിഷയം വരില്ല, നമ്പർ വരും. സോറി. അപ്പൊ നമ്പർ നമുക്കൊരു വിഷയം വരും, അതിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ പറയണം. ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ പറയും. അപ്പോ ആൻസർ പറയേണ്ടത് 30 സെക്കൻഡിനകത്താണ്. ഉറക്കെ പറയണം നമ്മൾ സംസാരിക്കുമ്പോൾ. അടുത്തൊരു ആങ്കർ ആണെങ്കിൽ ഇനി അടുത്ത ശ്രേഷ്ഠ ഭാരത ആങ്കർ ചെയ്യാൻ ഇപ്പം ഇയാളെ വിളിക്കണ വെച്ചാൽ എന്ത് ചെയ്യും? അത് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലായില്ല? അപ്പൊ നല്ല ഇങ്ങനെ സ്ട്രോങ് ആയിട്ടൊക്കെ പറയണം. ഓക്കെ, അപ്പൊ 30 സെക്കൻഡിനകത്ത് നമ്മൾ ആൻസർ പറയണം. 4 എന്താണ് ഉണ്ടാവുക, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ശരി ഉത്തരാണെങ്കിൽ 10 മാർക്കും, തെറ്റായ ഉത്തരാണെങ്കിൽ -, പോയിന്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. 30 സെക്കൻഡിന് ശേഷമാണ് ഉത്തരം പറയുന്നെങ്കിൽ അത് ശരി ഉത്തരമായാലും തെറ്റുത്തരായാലും നമ്മൾ വാലിഡ് ആയിട്ട് കണക്കൂട്ടില്ല. എല്ലാം സെറ്റാണോ? പിന്നെ ചാടി കയറി ഉത്തരം പറയരുത്. ടൈമർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വിധുബാല ചേച്ചി നല്ല പണിഷ്മെന്റ് ഒക്കെ തരും അല്ലേ ചേച്ചി? ഇല്ല, ചേച്ചി അങ്ങനെയല്ല, അത്തരക്കാരിയല്ലേ? ആണ്. ഞാനൊരു അമ്മൂമ്മയെ കഴിഞ്ഞില്ല, അപ്പൊ കുറച്ച് മനസ്സ് ഇളകിയ മനസ്സാ. ചേച്ചി ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചേച്ചി എന്റെ കൂടെ നിൽക്കണ്ടേ? ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് ഇങ്ങനെ ശരിയാവുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങള് ചേച്ചിയെ വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വിഷയം എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവരെ കൊണ്ടൊന്ന് പകിടൊക്കെ ഇടിയിപ്പിക്കട്ടെ. വാ, പകിടിട്ട് നോക്കാം. ആരാണെന്ന് പകിടിടാൻ പോകുന്നേ? ആണോ? അപ്പോൾ പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങ് ഇട്ടോ. എന്താ പറയണ്ടേന്ന് അറിയാലോ? എന്താ പറയണ്ടേ? പകിട 12. പകിട 12 എന്നൊന്നും പറഞ്ഞാൽ 12 ഒന്നും വരൂല കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് പകിട 12. അത്രയും പകിടയൊക്കെ പറഞ്ഞിട്ട് ഇട്ട് നോക്ക്. 12 വരുമോ നോക്കണമല്ലോ. ആ ഇട്ടോ. പകിട 12. ഒരു പകിട മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 12 വന്നു, അറിയോ? ആദ്യമായിട്ടാണ് പകിട റൗണ്ട് വന്നിട്ട് 12 വരുന്നത്. വാ, 12ന്റെ അകത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പോ 12ന്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. വിശ്വാമിത്രന്റെ യാഗരക്ഷ. നന്നായി പഠിച്ച സബ്ജക്റ്റ് ആണോ? പഠിച്ചിട്ടുണ്ട്. ഇത് കിട്ടണമെന്നായിരുന്നു ആഗ്രഹിച്ചത്? ചെറുതായിട്ടൊക്കെ. ഇവിടെ കിട്ടിയാലും പറയും, ഏത് കിട്ടിയാലും ഉത്തരം പറയും. അതിനല്ലേ വന്നേ. ഐ ആം ദ സോറി അളിയ, ഐ ആം ദ സോറി. ആ ചോദ്യം അതിൽ ഞാൻ തകർന്നു പോയായിരുന്നു. അതിനല്ലേ വന്നത്. ഞാൻ എക്സാം എഴുതുമ്പോഴേ ഉത്തരം എഴുതാൻ പോവാറുണ്ട്, പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തോണ്ട്. എക്സാം അല്ല ശ്രേഷ്ഠ ഭാരതം. അതുകൊണ്ടാണോ? അതൊന്നും ഇച്ചിരി ഉറക്കം പറഞ്ഞത് എല്ലാവർക്കും കേൾക്കായിരുന്നല്ലോ. ശരി, എന്നാ സുഗ്രീവ സഖ്യത്തെ കുറിച്ച് ചോദിക്കട്ടെ. വേണ്ടേ? അതെന്റെ ശ്രേഷ്ഠ ഭാരതത്തിലല്ലേ വന്നേ? ഞങ്ങൾക്ക് തന്ന ടോപ്പിക് അല്ലല്ലോ അത്. അതിലൊന്നും കാര്യമൊന്നുമില്ല. അറിയില്ല. അറിയില്ലേ? അറിയില്ല.
അല്ല എന്റെ അടുത്ത് ഞാനെന്തോ അബദ്ധം ചോദിച്ച പോലെയൊക്കെയാണ് റിയാക്ഷൻ ഇട്ടത്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാനല്ലോ വന്നത്. എക്സാമിന് പഠിപ്പിച്ച ടോപ്പിക് മാത്രമേ വരുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഔട്ട് ഓഫ് ദി ബോക്സ് ഒക്കെ വരും. കഴിഞ്ഞാൽ നമുക്ക് വേറെ എക്സ്ട്രാ മാർക്ക് തരില്ലേ? അപ്പൊ ഇതേപോലെ എക്സ്ട്രാ മാർക്ക് തരണം. ഇതാണ് നിങ്ങളെ പോലെ ടീച്ചേഴ്സാണ് നശിപ്പിക്കുന്നത്, എക്സ്ട്രാ മാർക്കൊക്കെ കൊടുത്തിട്ട്. മനസ്സിലായ? അല്ലെങ്കിൽ അവർ കുറച്ചെങ്കിലും അത് ചിന്തിച്ചേനെ. ഇന്നത്തോടെ നിർത്തിയില്ലേ? ഇവിടെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇത്ര ബിരുദന്മാര് പിള്ളേരാണെങ്കിൽ പിന്നെ ഒരു മാർക്കും ഇല്ല. ചോദ്യം എന്താന്നറിയോ, അവരിങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞ് അവരായിട്ടൊരു ഉത്തരത്തിലേക്കൊക്കെ എത്തുമ്പോ അവരുടെ ബുദ്ധിവികാസത്തിന് നമ്മൾ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമുക്ക് വേറെ. ഓക്കെ ഓക്കെ ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, ഉദാരമനസ്യായ വരദ എല്ലാരോടും ക്ഷമിച്ചിരിക്കുന്നു അല്ലേ? അതെങ്ങനെ ഷോക്കി പറഞ്ഞാണോ? മാറ്റണം. നമ്മള് ഇവിടെ ഇരുന്നിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് പകുതി ഒന്നും എത്തണില്ല. കാരണം ഇവര് സ്വകാര്യം പറയണം, എല്ലാം ഞാൻ മാത്രം കേട്ടാ മതി. TV കാണുന്ന ആൾക്കാർക്കൊന്നും ഒരക്ഷരം കേട്ടു പോരുത് അല്ലേ? ഞങ്ങളെ കുറിച്ച് എന്താ വിചാരിക്കുക? അതുകൊണ്ടാ കേട്ടില്ല, പുറത്തു വരട്ടെ. അവരെ കുറിച്ച് എന്താ വിചാരിക്കുക അതുകൊണ്ടാണ്. അപ്പൊ എന്നെ ഇവിടെ ഇട്ടിട്ട് കൊല്ലാക്കൊല ചെയ്യാണ് സുഹൃത്തുക്കളെ, കൊല്ലാക്കൊല ചെയ്യാണ്. TV കണ്ടോണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ ആങ്കറിനെ വെക്കാന്നല്ലേ? അപ്പൊ എന്തായാലും പുതിയ ആങ്കർ ആയിട്ടൊക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വിളിച്ചാ വരുവോ? ഞാൻ വിളിക്കുന്നില്ല, അങ്ങനെ ഞാൻ വിളിക്കുന്നില്ല. ആഹാ, എങ്ങാനും ഞാനിവിടെ ഒരു ട്രയൽ കൊടുത്തിട്ടെ അടുത്ത പ്രാവശ്യം ഒരു തീരുമാനിക്കാം. നമുക്ക് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു ആങ്കറിനെ അങ്ങ് ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ എന്റെ പണി പോയില്ലേ. ഞാൻ അത്തരം റിസ്കുകൾ എടുക്കുന്ന ആളല്ല. അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു തന്നല്ലോ, റൂൾസ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ കൂടെ വിളിച്ചാലോ? വിളിക്കല്ലേ നല്ലത്. എന്റെ ആരോഗ്യത്തിനും അത് നല്ലതായത് കൊണ്ട് വിധുബാല ചേച്ചി പ്ലീസ് കം. ഏതായാലും ടെൻഷൻ അടിച്ച് വരുന്നത് ഞാനാ. രണ്ടുപേർക്ക് വർത്തമാനം കേട്ടിട്ടേ എന്നെ എന്തൊക്കെയാണോ കഴിക്കാൻ പോണത്. ചേച്ചി നന്നായിട്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്റെ തടിക്ക് അതാ നല്ലത്. തടിക്ക് മാത്രല്ല, നമ്മുടെ ഒരു പുറമേ ഉള്ളൊരു പേരുണ്ടല്ലോ, അത് ചിലപ്പോ ഇന്നത്തോടെ ഒരു കളഞ്ഞു. അപ്പൊ എന്തായാലും ചേച്ചി കുറച്ച് പ്രായമുള്ള ആളാണ്. ബഹുമാനം ചേച്ചി പ്രായമുള്ളതായതുകൊണ്ടും ഇച്ചിരി ബഹുമാനം ഉള്ളതുകൊണ്ടും ചേച്ചി രക്ഷപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇവരെക്കാളും പ്രായം കുറവാണെന്നാണ് പറയുന്നത്. എനിക്ക് റെസ്പെക്റ്റും ഇല്ല, അതുകൊണ്ടാണ് എന്നോട്. ചേച്ചിന്റെ സ്റ്റോറി ഒക്കെ ഞാൻ കാണാറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ചേച്ചിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാ. എന്താ ഐഡിയ ആയിരുന്നു? അല്ല, കുറച്ച് ഏകദേശം പറയാൻ പറ്റാവുന്ന ഐഡിയ ആണോ? അതറിയാം, ചേച്ചിയുടെ സ്റ്റോറി ഒക്കെ കാണാറുണ്ട്, അതുകൊണ്ട് ചേച്ചിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും എന്റെ ഐഡിയകളൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം പറയാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അവിടെ ഇരുന്നു. ഇതില് ആര്യ ആയില്ല, കറക്റ്റ് അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 8ല്. രണ്ടുപേരും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ തന്നെ ഒരുമിച്ചല്ലേ? അപ്പൊ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ ഒരുമിച്ച് ചെയ്തു? പഠിച്ചതും ഒക്കെ ഒരുമിച്ചാണ്? നിങ്ങളെ ഹെൽപ്പ് ചെയ്തതാരാ? ശൈലജ ടീച്ചറും ഇന്ദിര ടീച്ചറും. ഇന്ദിര ടീച്ചറും. അവര് എന്തിന്റെ ടീച്ചേഴ്സാ? സംസ്കൃതം ടീച്ചേഴ്സാണ്. അവരാണ് മഹാഭാരതത്തിലും രാമായണത്തിലും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് തന്നിരുന്നു. ഏകദേശം ഇന്നന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു തന്നിരുന്നു. ഉണ്ടോ? അപ്പൊ അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് പഠിച്ചത്. ആ ഫുൾ പോർഷൻ നിങ്ങൾ പഠിച്ചു, തറവായി. ഉറപ്പാണല്ലോ? അതെ. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ടെൻഷൻ ഉണ്ടല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഉറപ്പാണ്. നന്നായി. അതാ വളരെ നന്നായി പഠിച്ചിട്ടുള്ളതിൻ്റെ ഉറപ്പാണത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, അയോധ്യയിലെത്തിയ വിശ്വാമിത്രനെ ദശരഥൻ എങ്ങനെയാണ് സ്വീകരിച്ചത്? എ, ഗുരുദക്ഷിണ സമർപ്പിച്ച്, ബി, അർഘ്യം സമർപ്പിച്ച്, സി, അമാത്യ സമേതനായി, ഡി, അർത്ഥാസനം നൽകി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി, അർഘ്യം സമർപ്പിച്ച്. ഉറപ്പിച്ചു? ലോക്ക് ചെയ്യട്ടെ? ബി, അർഘ്യം സമർപ്പിച്ച്. ഗുരുദക്ഷിണല്ലേ സാധാരണ വരുന്ന സമയത്ത്? ഗുരുദക്ഷിണല്ലേ നൽകുക? ഇതെന്താ അമാത്യ സമേതന എന്ന് പറഞ്ഞ? അറിയില്ല. അർത്ഥാസനം നൽകി, അതും അറിയില്ല. അതുകൊണ്ട് അർഘ്യം സമർപ്പിച്ചു എന്ന് ഉറപ്പിച്ചു. അങ്ങനെയാണോ ഉറപ്പിച്ചേ? അങ്ങനെയല്ല, ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല? ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കാണില്ല, ശീലമില്ല. നമ്മൾ പഠിച്ചതല്ല വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു ഇതില് കൊടുത്തത്. അല്ല, വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്കായിട്ട് രാമനെ അയക്കുമ്പോൾ ഇതെല്ലാം അവിടുന്നാണല്ലോ തുടങ്ങുന്നത്. വിശ്വാമിത്രന്റെ
കൊട്ടാരത്തിലേക്ക് വരുന്നതോടുകൂടിയാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ പിന്നെ ഇത് വരാതിരിക്കാൻ സാധ്യതയില്ല. അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ്. അതുകൊണ്ടാവും. ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ബി, അർഘ്യം സമർപ്പിച്ച് ശരിയായ ഉത്തരമാണോ തെറ്റാണോ? അമ്പോ, രക്ഷപ്പെട്ടു. രണ്ടുപേരും ദീർഘശ്വാസം വിട്ടു. അതായിപ്പോയി. അർഘ്യം സമർപ്പിച്ച് ശരിയായ ഉത്തരമാണ്. 10 മാർക്ക് നേടിയിരിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടെൻഷനൊക്കെ മാറിയോ? കുറച്ച് റിലാക്സ്ഡ് ആയോ? നിങ്ങൾ എന്നെ ഒരുപാട് ബഹുമാനിക്കുന്നു കേട്ടോ. ഏതായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ വിശ്വാമിത്രന്റെ യാഗം മുടക്കിയ രാക്ഷസൻ ആര്? എ, വിരാധൻ, ബി, അകമ്പനൻ, സി, ഖരൻ, ഡി, സുബാഹു. യോർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, സുബാഹു. സുഖാവു, സുബാഹു. അത് ഉറപ്പാണോ? ലോക്ക് ചെയ്യട്ടെ. ഓക്കെ. ഡി, സുബാഹു ലോക്ക് ചെയ്യൂ. ഖരനല്ലേ? അല്ല. എന്താ അങ്ങനെ പറഞ്ഞ കാരണം? ഉറപ്പ്? അല്ല, ഖരനല്ല. കാരണം എന്താ? അതില് വരുന്നില്ല. ഏതില് വരുന്നില്ല? അതില് വരുന്നില്ല, ഏതില് വരുന്നില്ല? സുബാഹു ആണെന്നാണല്ലോ ഗ്രന്ഥത്തിൽ പറയണേ. ഈ പോർഷനിൽ പറയുന്നത് അതെ. അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെയാ? നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയി പറയൂ. ആ പോർഷൻ എങ്ങനെയാന്ന്? വിശ്വാമിത്രന്റെ യാഗം മുടക്കിയത് സുബാഹു ആണ്. അപ്പോഴാണ് രാമനെ യാഗരക്ഷയ്ക്കായിട്ട് വിളിച്ചു കൊണ്ടുവരുന്നത്. സുബാഹു ചെയ്യുന്നു. അതുകൊണ്ടാണ് രാമനെ വിളിച്ചുകൊണ്ട് വരുന്നത്. രാക്ഷസന്മാരൊക്കെ യാഗം മുടക്കിയതുകൊണ്ടാണല്ലോ ശ്രീരാമനെ യാഗരക്ഷയ്ക്കായിട്ട് ശ്രീരാമനെ കൊടുക്കുന്നത്. അതെ, യാഗരക്ഷയ്ക്കായിട്ട് വിളിക്കുന്നത്. ശ്രീരാമനാണ് സുബാഹുവാണ് വരുന്നത്. യാഗം മുടക്കാൻ വരുന്നത്. അകമ്പനും ഇല്ലേ? ഇല്ലല്ല, സുബാഹു മാത്രമേ ഉള്ളൂ. സുബാഹു ഖരനു രാക്ഷസനാണല്ലോ. ആണ്, പക്ഷെ അതിന് വരുന്നില്ല. അവിടെ ഇല്ല. ഉറപ്പാണ്? ഏതായാലും ചോദ്യത്തിന് ഉത്തരം സുബാഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? അർത്ഥം പറ്റിപ്പോയി. സുബാഹു അല്ല, ഞാൻ പറഞ്ഞതാ ശരി. ബി, അകമ്പനാ. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ആരോടെങ്കിലും ചോദിക്കാം നമുക്ക്. ലക്ഷ്മി ടീച്ചർ പറയൂ, ഇത് ആരാണ്? സുബാഹു കറക്റ്റ് ആണോ അകമ്പനാണോ? ഇവര് എല്ലാം പഠിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അല്ലേ? നമുക്ക് മാർക്ക് കൊടുക്കണോ? കൊടുത്തേക്കല്ലേ? ശരിയാണെങ്കിൽ നല്ല കുട്ടികളല്ലേ? കൊടുത്തേക്കാം. കൊടുത്തേക്കാം. എന്നാ പിന്നെ അത് ശരിയാവും. അതുകൊണ്ട് കൊടുത്തേക്കാം, മാർക്ക് തന്നേക്കാം. ശരിയായ ഉത്തരമാണ് ഡി, സുബാഹു. സുബാഹു ആണ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് 20 മാർക്കായി. 2 ഉത്തരം പറഞ്ഞു ശരിയായിട്ട്. ഇനി എത്ര ചോദ്യമുണ്ട്? 4 മതിയോ? 4 മതിയോ? 5. 2 അല്ലേ കഴിഞ്ഞത്? ഈ മങ്കട എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം. മലപ്പുറം ജില്ലയിൽ. അവിടുന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയും. രവിവർമ്മ. ഒട്ടനെ സിനിമയിലേക്ക് പോയി, അല്ലാതെ വേറെ ആരും ഇല്ലേ അവിടെ? അതാണ് കുറച്ച് ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് ചോദിച്ചത്. മങ്കടയാണെന്ന് പറഞ്ഞപ്പോ മങ്കട രവിവർമ്മയുടെ നാട്ടിലാണോ എന്നാ ചോദിച്ചത്. ഇത് ഇവിടെ സിനിമാക്കാരുടെ സ്ഥലമായതുകൊണ്ട് എന്നാലും കൂടുതൽ എവിടെ പോയാലും മങ്കട രവിവർമ്മയാണ് പോപ്പുലർ കൂടുതൽ അറിയുന്നത്. എന്തൊക്കെ പറയാലും അദ്ദേഹം വലിയൊരു ക്യാമറാമാൻ ആയിരുന്നു. അവിടുത്തെ രാജകുടുംബം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഇതാണ്. അവർ ഒരുപാട് പേർക്ക് മുസ്ലിംസിനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളും ജുമാ മസ്ജിദൊക്കെ ഉണ്ടാക്കിയ സ്ഥലം കൊടുത്തിട്ടുള്ളതാണ്. മൂത്തേടത്ത് മന വളരെ പ്രസക്തി ഉണ്ടായ ഉള്ള ഒരു രാജകുടുംബമാണ്. മലപ്പുറം ജില്ലയിലാണെങ്കിലും അവർ വള്ളുവനാടുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അവർക്ക്. അതാണ്. അപ്പോൾ അത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രാജകുടുംബമാണ്. ഏതായാലും മങ്കടയെക്കുറിച്ച്, മങ്കടയുടെ എവിടെയായിട്ടാണ് വരിക നിങ്ങളുടെ സ്കൂള്? മങ്കട ജംഗ്ഷൻ തന്നെ. ജംഗ്ഷനിൽ തന്നെയാണ് മെയിനായിട്ട്. പഴയ സ്കൂളുമാണ് അല്ലേ? വളരെ പഴയ സ്കൂളല്ലേ? എത്ര വർഷമായി? 1974 അങ്ങനെ എന്തോ ആണ്. 57 ലാണ് UP സ്കൂളായിട്ട് തുടങ്ങിയത്. ഹൈസ്കൂളാക്കിയതാണ്.
അപ്പോൾ അതായത് ഒരുപാട് പേര് ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള സ്ഥലമാണ് ഈ മങ്കട, അതെ അല്ലേ? അതെ. എലിപ്പത്തായം, സ്വയംവരം ഒക്കെയാണ് മങ്കട രവിവർമ്മയുടെ അതൊക്കെ ക്യാമറ ചെയ്തിട്ടുള്ളത്. ഒക്കെ വളരെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ഏതായാലും മങ്കട അറിയപ്പെടുന്നത് പലപ്പോഴും ചിലപ്പോൾ ഈ രവിവർമ്മയുടെ പേര് പറയുമ്പോഴായിരിക്കും. മങ്കട രവിവർമ്മ എന്ന് പറഞ്ഞിട്ടാണ് മങ്കട എന്ന് പറയുന്ന നാടിനെ കുറിച്ച് കൂടുതൽ പോപ്പുലറായിട്ട് നാട്ടുകാർ അറിഞ്ഞത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ മങ്കട വളരെയധികം ഈ സൗഹൃദം, അതായത് മതസൗഹൃദം ഒരുപാടുള്ള ഒരു അതാണ്. വള്ളുവനാടുമായിട്ടും ഒക്കെ ഒരുപാട് ബന്ധം, ഒക്കെ അടുത്തടുത്ത സ്ഥലങ്ങളായതുകൊണ്ട്. ഏതായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം. വിശ്വാമിത്രന്റെ യാഗം മുടക്കിയ രാക്ഷസന്മാർ ആരുടെ പുത്രന്മാരാണ്? ഓപ്ഷൻസ്: എ സുന്ദോപസുന്ദന്മാരുടെ, ബി അശ്വിനി ദേവകളുടെ, സി അഷ്ടവസുക്കളുടെ, ഡി അഷ്ടദിക്പാലകന്മാരുടെ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ സുന്ദോപസുന്ദന്മാരുടെ. സുന്ദോപസുന്ദന്മാരുടെ ഉറപ്പാണോ? സംശയമില്ല? ഇല്ല. ലോക്ക് ചെയ്യട്ടെ? ഓപ്ഷൻ എ സുന്ദോപസുന്ദന്മാരുടെ. ലോക്ക് ചെയ്തു ഞാന്. ശരിയായോ? ഉറപ്പാണല്ലോ? എന്താ രണ്ടുപേർക്കൊരു സംശയം തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണോ? നമുക്ക് അഷ്ടദിക്പാലകരുടെ അല്ല, രാക്ഷസന്മാരുടെ പിതാക്കള് സുന്ദോപനും സുന്ദനൊക്കെയാണ്. സുന്ദനോ? ഏതായാലും എ സുന്ദോപസുന്ദന്മാരുടെ പുത്രന്മാരാണോ എന്ന് നമുക്ക് ചോദിക്കാം. ശരിയാണോ തെറ്റാണോ ഉത്തരം? ശരിയായ ഉത്തരമാണ്. അശ്വിനി ദേവകളോട് അല്ല എന്നുള്ളത് എനിക്ക് പോലും അറിയാം. ഏതായാലും മറ്റത് രണ്ടും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. 3 ചോദ്യത്തിനും ശരിയായ ഉത്തരം തന്നു. നിങ്ങൾ 30 മാർക്ക് എടുത്തിരിക്കുന്നു. നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാ? റീഡിങ്, കുക്കിംഗ്, അങ്ങനെയൊക്കെ. ഇപ്പൊ കുറേ ആൾക്കാരെ കുക്കിംഗ് എന്ന് പറയുന്നു. എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കൊറോണ ടൈമില് വീട്ടിലിരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ കുക്കിംഗ് ചെയ്തു അല്ലേ? അത് നല്ലതാ. എനിക്കത് ഞാൻ മനസ്സിലാക്കി വെക്കേണ്ടതാ. കാരണം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞാൻ ആലോചിക്കേണ്ട ഒരു ഉത്തരം ഇതാണത്, എന്തുകൊണ്ടെന്നുള്ളത്. കോവിഡ് സമയത്ത് നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് അമ്മമാരെ ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, പലർക്കും, ആൺകുട്ടികൾക്ക് വരെ ഇപ്പോൾ കുക്കിംഗ് ഇഷ്ടമാണ്. നല്ല കാര്യം. കാരണം നമ്മൾ ഒരു നേരം ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടോ വലിയ വലിയ ആൾക്കാർ ചിലവർ പട്ടിണി കിടക്കുന്നത്, കാരണം ഒന്നും അറിയില്ല, വെള്ളം തിളപ്പിക്കാൻ പോലും അറിയാത്തവരാന്നുള്ളത്. അത് ശരിയല്ല. നമ്മൾ ലോകത്തിലെ അറിവ് എല്ലാത്തിനെയും കുറച്ചെങ്കിലും അറിഞ്ഞു വെക്കണം. വളരെ നല്ല കാര്യം. പിന്നെന്തൊക്കെയാണ് ഹോബി? ആരാ ആങ്കർ ആവണം? ആയിരിക്കല്ലേ ആങ്കർ ആവണം എന്നുള്ള ആഗ്രഹം? പിന്നെ സാൻസ്ക്രിറ്റ് ടീച്ചർ ആവണമെന്ന് ആഗ്രഹം. പിന്നെ സാൻസ്ക്രിറ്റിനോട് ഇത്ര താല്പര്യം? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ പഠിക്കാൻ ഈസിയാണ്. സാൻസ്ക്രിറ്റോ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സാൻസ്ക്രിറ്റ് പഠിക്കാൻ ഈസിയാണ്. ലട്ട, ലുങ്ങ, ലിട്ട്, സിദ്ധരൂപം അതൊക്കെ പഠിക്കാൻ എളുപ്പമല്ലേ? സത്യ അത് പഠിക്കുമ്പോഴേ അതിൻ്റെ എളുപ്പം മനസ്സിലാവുള്ളൂ. വളരെ എളുപ്പമാണ്. പിന്നെ കമ്പ്യൂട്ടറിന് ഏറ്റവും അധികം അനുയോജ്യമായിട്ടുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം എന്നാണ് പറയുന്നത്. കാരണം ഓരോന്നിനും കൃത്യമായിട്ടുള്ള നമുക്ക് രാമൻ്റെ കൂടെ എന്നുള്ള ഒന്നും ചേർക്കില്ല. രാമൻ്റെ തന്നെ നമ്മൾ മാറി രാമസ്യ രാമഭ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി പറയുന്നത്. ഈ സംസ്കൃതം പഠിച്ചാലുള്ള ഒരു ഗുണമുണ്ട്. എന്താ അറിയോ? ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ സംസ്കൃതം പഠിക്കുന്നത്? അങ്ങനെയല്ല. സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ സെൽസ് ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആവും എന്നാണ് പാശ്ചാത്യ രാജ്യം. ഇപ്പം ഞാൻ അവരെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് പറഞ്ഞാലേ നിങ്ങൾക്കൊക്കെ വിശ്വാസമാവുള്ളൂ. പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഗായത്രി മന്ത്രം പോലത്തെ മന്ത്രങ്ങളും സംസ്കൃത ഭാഷയും ബ്രെയിൻ സെൽസിനെ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നു. ഈ പ്രായം കൂടുന്തോറും നമുക്ക് വരുന്ന ചില ഓർമ്മത്തെറ്റിൻ്റെ അസുഖങ്ങളുണ്ടല്ലോ, ഡിമെൻഷ്യ പോലത്തെ പലതും, അതൊക്കെ കുറച്ച് ദൂരീകരിക്കും എന്നാണ് പറയുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസാണ്. അതുകൊണ്ട് സംസ്കൃതം ശരിക്കും പറയുകയാണെങ്കിൽ വളരെ വളരെ ഈസിയാണ് പഠിക്കാൻ. അത് ആരും മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും നന്നായി. നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം.
തൻ്റെ വംശ പാരമ്പര്യത്തെ കുറിക്കുന്ന വിശ്വാമിത്രന്റെ മറ്റൊരു പേരെന്ത്? എ കാക്ഷിവാൻ, ബി കൗശികൻ, സി കശ്യപൻ, ഡി കാകുൽസ്ഥൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി കൗശികൻ. കൗശികൻ. കൗശികൻ ആ. ഉറപ്പാണ്? അതെ. ലോക്ക് ചെയ്യട്ടെ? ലോകത്തിൽ ബി കൗശികൻ ലോക്ക് ചെയ്യൂ. അതെന്താ കൗശികൻ എന്ന് പറയാൻ കാരണം? കൗശിക വംശത്തിൽ ജനിച്ചതുകൊണ്ട് കൗശികൻ. കൗശിക വംശത്തിലാണ് ജനിച്ചത്. ആ വംശത്തിൽ ജനിച്ച വേറെ വല്ലവരെയും അറിയോ? കൗശികന്റെ അച്ഛൻ്റെ പേര് ഗാദി. ഗാദി. ഗാന്ധിയോ? ഗാദി. ഗാന്ധി. പെട്ടെന്ന് ഗാന്ധിങ്ങനെ കൗശികന്റെ. ഏതായാലും ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇതിൽ ആർക്കോ ഈ സംസ്കൃതം എഴുതാനും വായിക്കാനും ഇത് എഴുതാൻ ആര്യ സംസ്കൃതത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിൽ കവിതാ രചനയൊക്കെ ഇല്ലേ? അപ്പോൾ സംസ്കൃതത്തിൽ നിങ്ങൾ ആര്യ രചിച്ച ഒരു 4 വരി. അതങ്ങനെയല്ല, ഞാനൊരു ടോപ്പിക് കിട്ടുമ്പോ അതിനനുസരിച്ച് അങ്ങനെ നമുക്കൊരു ടോപ്പിക്ക് ഞങ്ങൾ തരാം. അത് വേണ്ട, ഞാൻ പാടിക്കൊള്ളാം. എനിക്ക് സംസ്കൃതം അറിയില്ല എന്നുള്ള പോലെയല്ല, ഇവിടെ അതിന്റെ പണ്ഡിതന്മാര് ഇരിക്കുന്നുണ്ടേ. ഞാൻ പറയാം, ഞാൻ പറയുള്ളൂ, പാടില്ല. അതെ, പാടുമ്പോഴല്ലേ കേൾക്കാൻ ഒരു രസം. കവിത പാടുന്ന രൂപത്തിൽ പറയുമ്പോഴല്ലേ രസം. അത് കവിത ഞാൻ എഴുതാറേ ഉള്ളൂ, പാടാറില്ല. ഇപ്പൊ അത് പറയുമ്പോ അത് പാട്ടുപോലെ പറയാം. ശ്രമിച്ചു നോക്കൂ. എന്താ പറയാ? താൻ എഴുതിയിട്ടുള്ള കവിതയുടെ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ തന്നെ എഴുതല്ലേ, അതുകൊണ്ടല്ലേ ഓർമ്മയുണ്ടാവേണ്ടത്. നോക്കട്ടെ എത്ര കവിത എഴുതിയിട്ടുണ്ടാവും? അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ എഴുതും. പിന്നെ സബ് ജില്ലയിലും ജില്ലയിലൊക്കെ പോകുമ്പോ അവിടെ നിന്ന് തരണത് സബ്ജക്ട് വെച്ചിട്ട് എഴുതും. അപ്പൊ പെട്ടെന്ന് കിട്ടുന്ന ഒരു സബ്ജക്റ്റിൽ കവിത എഴുതാൻ പ്രകൃതി പറയൂ. സുന്ദരി പ്രകൃതി, ഹരിത മനോഹരി പ്രകൃതി, ലാവണ്യവതി പ്രകൃതി, ആനന്ദം പ്രദദാതി. മതി, ഇപ്പൊക്ക് അതേ കിട്ടിയുള്ളൂ. നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. കാരണം ഇത് എളുപ്പമല്ല. സംസ്കൃതം പഠിച്ചവർക്കും സംസാരിക്കാൻ പോലും പലർക്കും പറ്റില്ല. അതിലൊരു കവിതയൊക്കെ രചിക്കുക എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. ഇത് നിർത്തരുത്. ഇത് വലിയ ഒരു സംസ്കൃത കവയത്രി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏതായാലും നമുക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ബി കൗശികൻ ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം. വിശ്വാമിത്രന്റെ ഒരു സ്വഭാവ വിശേഷം പറയാൻ പറ്റുമോ? ഒരു കാര്യം നേടണം എന്ന് വെച്ചാൽ അതിന് നന്നായിട്ട് പ്രയത്നിക്കേണ്ട ഒരാളാണ്. ബ്രഹ്മർഷിയാവാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തിട്ടും അതൊക്കെ നമുക്ക് മനസ്സിലായി. നല്ല പ്രയത്നമുള്ള ഒരാളാണ് അദ്ദേഹം. ബ്രഹ്മർഷി പട്ടം കിട്ടാൻ വേണ്ടിയിട്ട് വസിഷ്ഠർ പറയില്ല എന്നുള്ള ഒരു വാശിയിൽ തമ്മിൽ ഒരു ഭയങ്കര വടംവലി ഉണ്ടായിരുന്നു. വിശ്വാമിത്രന്റെ പൂർവികാശ്രമം അറിയോ? പൂർവാശ്രമം. അദ്ദേഹം രാജാവായിരുന്നു. അതറിയാം. അറിയോ? രാജാവായിരുന്നു. അദ്ദേഹം മഹാരാജാവായിരുന്നു. അത് മുഴുവനും വേണ്ടെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം തപസ് ചെയ്തത്, വിശ്വാമിത്രനായത്. ഇദ്ദേഹത്തിൻ്റെ ശാപത്തിലാണ് ത്രിശങ്കു, വിശ്വാമിത്രൻ്റെ അവർ തമ്മിലുള്ള വടംവലി തൻ്റെ ഇതിലാണ് ത്രിശങ്കു സ്വർഗമായിട്ട് നിൽക്കുന്നത്. ഏതായാലും നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം. കാമദേവൻ അനങ്കൻ എന്നറിയപ്പെട്ടത് ആരുടെ ശാപം മൂലമാണ്? എ രുദ്രന്റെ, ബി രാമന്റെ, സി ദുർവാസാവിന്റെ, ഡി ദുർഗാദേവിയുടെ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. എ രുദ്രന്റെ. എന്താ സംശയഭാവം? അല്ല, എന്താ മോൾക്കൊന്നും പറയാനില്ലേ? രുദ്രൻ ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ? എ രുദ്രൻ. പ്ലീസ് ലോക്ക് എ രുദ്രൻ. ലോക്ക് ചെയ്തു. സംശയമുണ്ട് അല്ലേ? കാരണം ഈ ശാപം കൊടുക്കുന്ന ആള് ദുർവാസാവല്ലേ? അതല്ല, ദുർവാസാവല്ല ഡൗട്ട്. പിന്നെ ആരായിട്ടാ സംശയം? അങ്ങനെയല്ല. രാമനോ? രാമനല്ല. ഡൗട്ടില്ല. ഡൗട്ടില്ല. തീർന്നു, എല്ലാ ഡൗട്ടും തീർത്തു, തുപ്പി മാച്ചു. ഏതായാലും നമുക്ക് എ രുദ്രനെ ലോക്ക് ചെയ്തിരിക്കുന്നു. ശരിയായതോ? ഉത്തരം ശരിയോ തെറ്റോ?
ശരിയായ ഉത്തരം. 5ാമത്തെ ചോദ്യത്തിലും ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 50 മാർക്ക് കിട്ടിയിരിക്കുന്നു. ഇനി എത്ര ചോദ്യം കൂടെ ഉണ്ട്? 2. കണക്കിൽ നിങ്ങളാരും മോശമല്ല, ഏതായാലും അത് നന്നായി. നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. മാരീചന്റെ അമ്മ ആരാണ്? ഓപ്ഷൻസ്: എ കൈകസി, ബി താടക, സി ത്രിജട, ഡി ജര. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി താടക. ഓപ്ഷൻ ബി താടക. സംശയമില്ല? ഇല്ല. ഏതായാലും ഒന്ന് ആലോചിച്ചിട്ട് മതിയോ? ടൈം ഉണ്ട്. വേണ്ട. 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 പ്ലീസ് ലോക്ക് ബി താടക. ത്രിജട ആരാ? ത്രിജട വിഭീഷണന്റെ മകളല്ലേ? വിഭീഷണന്റെ മൂത്ത പുത്രി. ഇപ്പൊ കൈകസിയോ? കൈകസി രാവണന്റെ അമ്മ. അപ്പൊ മാരീചൻ രാവണന്റെ ആരാ? മാരീചൻ രാവണന്റെ ആരല്ല. കസിൻ. കസിനോ? ആവാം. ബന്ധങ്ങൾക്കെല്ലാം കൺഫ്യൂഷനായി. അത് കൃത്യമായിട്ട് ആവൂ കൃത്യമായിട്ട് ആലോചിച്ച് പറഞ്ഞു. അമ്മാവനെ വിളിച്ചാണ് പറയുന്നത് രാവണൻ സ്വർണമാനായിട്ട് പോവാനായിട്ട്, അല്ലേ? അപ്പൊ എന്തെങ്കിലും ഉത്തരം പറയുമ്പോ എപ്പോഴും ആലോചിച്ച് പറയണേ, പെട്ടെന്ന് കയറി പറഞ്ഞേക്കല്ലേ. ഏതായാലും ബി താടക ശരിയാണോ തെറ്റാണോ? തെറ്റി. അല്ല, ശരിയാണ്. ജരയ. ശരിയാണ്. ഞാനും തെറ്റി, നിങ്ങൾക്കും തെറ്റി. ഇല്ല, ശരിയാണ്. ഞങ്ങൾക്ക് തെറ്റിയില്ല. നിങ്ങൾക്ക് തെറ്റിയില്ല, എനിക്കാണ് തെറ്റിയത്. ഇല്ലേ? ആ ഏതായാലും ഞാൻ മൈനസ് മാർക്ക് എടുക്കാം. ബി താടക ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം. താടക ശരിയായ ഉത്തരം. വളരെ നന്നായിട്ട് പറഞ്ഞു. കാരണം ഇതെല്ലാം കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുള്ളതുകൊണ്ട് അതിൽ യാതൊരു കൺഫ്യൂഷൻ, കസിനും അമ്മാവനും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വന്നുള്ളൂ. ഏതായാലും നമുക്ക് 7ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം കൃത്യമായിട്ട് ആലോചിച്ച് നിദാനമായിട്ട് പറഞ്ഞോളൂ. 7ാമത്തെ ചോദ്യം. സുന്ദരന്റെ പുത്രനായ മാരീചൻ രാക്ഷസനായി തീർന്നത് ആരുടെ ശാപം മൂലമാണ്? എ പരശുരാമൻ, ബി പരമശിവൻ, സി ദുർവാസാവ്, ഡി അഗസ്ത്യൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി അഗസ്ത്യൻ. ഓപ്ഷൻ ഡി അഗസ്ത്യൻ. സംശയമില്ല? ഇല്ല. ഇവിടെയും എനിക്ക് ദുർവാസാവിന്റെ ഒരു സംശയം. ഇല്ല ഇല്ല. ലോക്ക് ചെയ്യൂ, സമയം പോണു. അയ്യോ, ലോക്ക് ചെയ്തേക്കാം. പ്ലീസ് ലോക്ക് ഡി അഗസ്ത്യൻ. ഉത്തരം ശരിയോ തെറ്റോ? ദുർവാസാവ് വിളിക്കുമ്പോ ചൂടാവുണ്ട് അല്ലേ? ആദ്യം ടൈമർ പോയാലോ അത് പേടിച്ചിട്ട് ദുർവാസാവിനെ പോലെ ശുണ്ടിയെടുത്തു. അത് മാരീചനും താടകയും കൂടെ അഗസ്ത്യന്റെ ശാപം മൂലമാണ് രാക്ഷസരായി മാറി. അഗസ്ത്യൻ താമസിക്കുന്ന സ്ഥലം നശിപ്പിച്ചപ്പോ ആ ദേഷ്യത്തിന് രാക്ഷസനാക്കി. തീരുമാനിക്കൂ. ആണ്. ആണ്. ഇപ്പൊ എന്താ ആയില്ലേ? പറയൂ. അല്ല, ആയില്ലേ പറയൂ എന്താന്ന്. അല്ല, മാരീചനും അല്ല അഗസ്ത്യ ശപിച്ചിട്ടാണ് മാരീചനും താടകയും. അതെ അല്ലേ? അതെ, അത് അഗസ്ത്യൻ ശപിക്കാനുള്ള കാരണമാണ് ആര്യ പറയുന്നത്. അതെങ്ങനെ? ശപിച്ചതിന് ശേഷമല്ലേ ഇന്നെ കൂടെ കൺഫ്യൂഷൻ ആക്കാതെ. ഏതായാലും കൺഫ്യൂഷൻ തീർക്കണമേ. ഉത്തരം ശരിയാണോ? ഡി അഗസ്ത്യൻ. ശരിയാണ്. കറക്റ്റായിട്ടുള്ള ആൻസർ ആയിരുന്നു. 7 ചോദ്യത്തിനും കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 70 മാർക്ക്. ഇത് പേര്, രാക്ഷസന്മാരുടെ പേരുകൾ, അവരുടെ അച്ഛന്മാരുടെ പേരുകൾ, ഇതെല്ലാം കൺഫ്യൂസിങ് ആണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾ വളരെ കൃത്യമായിട്ടും നന്നായിട്ടും ഉത്തരം പറഞ്ഞു. എല്ലാം ശരിയായിരുന്നു. 70 മാർക്ക് നേടിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, വളരെ നന്നായിരുന്നു, വെരി ഗുഡ്. നമുക്കിനി വരദ ചേച്ചിയെ വിളിക്കാം. വരദേ. ഏതായാലും
പ്രായം മാനിച്ചവർ എന്നോട് വളരെ നന്നായിട്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ എന്നെയാണ് ഇവിടെ ആർക്കും ഒരു വിലയില്ലാത്തത് എനിക്ക് മനസ്സിലായി. അനുഭവി ചേച്ചിയുടെ രാജ മുത്താണേ. അവരെ പ്രായം പോലെ തോന്നണേ. അനുഭവി രാജ അനുഭവി. താങ്ക് യു ചേച്ചി. അപ്പൊ 70 മാർക്കും കിട്ടിയിരിക്കുകയാണല്ലേ? യെസ്. ഹാപ്പി അല്ലേ? ആ. മാറ്റി തരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാ, പിന്നെ പോട്ടെ വെച്ചിട്ടാണ്. ചേച്ചിയുടെ ചക്കരയാണ്, മുത്താണ്. ഓക്കേ, ചക്കര മുത്താണെന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ നേരെ ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. ഇനി സ്വാമിജി എന്തെങ്കിലും ഓപ്പോസിറ്റ് പറഞ്ഞ ചക്കരയാണ് മുത്താണെന്ന് പറയരുത്. ഇല്ല. ഓക്കെ സ്വാമിജി. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല ഉത്തരങ്ങളും ചോദ്യങ്ങളിലുണ്ടായിരുന്നു. അതൊക്കെ വളരെ കൃത്യമായിട്ട് അതിനൊക്കെ മറുപടി നൽകി. വിശ്വാമിത്രൻ വലിയ തപോശക്തിയുള്ള ആളാണ്. അദ്ദേഹം ആദ്യം ഋഷിത്വം നേടി, പിന്നെ രാജർഷിയായി, അവസാനം ബ്രഹ്മർഷിയായി. അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വ്യക്തിയാണ്. അത്രമാത്രം ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു സംരക്ഷകനായിരുന്നു. അഹിംസ ശീലിക്കുന്നവരാണല്ലോ ഋഷിത്വത്തെ സംരക്ഷിക്കുന്നത്. എന്തായാലും ശരി, നമ്മുടെ ജീവിതത്തിൽ നേടേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രഹ്മവിദ്യയാണ് എന്നുള്ള ആ പ്രധാനപ്പെട്ട സന്ദേശത്തെയാണ് വിശ്വാമിത്രൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, ഈശ്വര സാക്ഷാത്കാരം ഒരേയൊരു കാര്യമാണ് ജീവിതം കൊണ്ട് നേടേണ്ടതായ പ്രധാനപ്പെട്ട കാര്യമെന്ന്. എന്തായാലും ശരി, വിശ്വാമിത്രൻ ഈ ഒരു വലിയ സന്ദേശത്തെയാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. അവസാനം അദ്ദേഹം ബ്രഹ്മർഷിയായിത്തീരുന്നു, അദ്ദേഹം മഹാഗുരുവായിത്തീരുന്നു. എല്ലാവർക്കും, പ്രത്യേകിച്ച് 2 പേർക്കും കൃത്യമായ ഉത്തരം പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ. സന്തോഷം. നന്ദി സ്വാമിജി. ലക്ഷ്മി മാം. ഈ മങ്കടയിൽ നിന്ന് 2 സുന്ദരി കുട്ടികൾ വന്ന് ഇവിടെ എല്ലാവരെയും വിറപ്പിച്ചു എന്ന് കേട്ടു. ശരിയാണോ? ചോദ്യത്തിനൊക്കെ ഉത്തരവുണ്ടേ. സ്വാമിജി പറഞ്ഞ പോലെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യമാണ്, എന്നാലും അതിന് ഉത്തരവുണ്ട്. സന്തോഷം. നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ ക്വിസ് കണ്ടോണ്ടിരിക്കാനായിട്ട്. യാഗരക്ഷ ചെയ്യാന്ന് പറഞ്ഞാൽ കേവലം വിശ്വാമിത്രൻ ചെയ്തുകൊണ്ടിരുന്ന യാഗത്തെ കുറെ കാട്ടാളന്മാർ വന്നു നശിപ്പിക്കുന്നു, അത് മാത്രല്ല. യാഗം എന്ന് പറഞ്ഞാൽ ലോകത്തിന് നന്മയുണ്ടാവാനായി ഋഷിമാർ നിസ്വാർത്ഥമായി നടത്തുന്ന തപസ്സാണ് യാഗം. ലോകത്തിന് നന്മയുണ്ടാവാനായി ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണശാലയിൽ നടത്തുന്ന പരീക്ഷണങ്ങളാണ് യാഗം. യാഗം, യജ്ഞം എന്നൊക്കെയുള്ള സംസ്കൃത വാക്കിന് സംഗതികരണം എന്നൊരർത്ഥമുണ്ട്. സംഗതികരണം എന്ന് പറഞ്ഞാൽ പുതിയ തിയറീസ് ഉണ്ടാക്കുക, പുതിയ വസ്തുക്കളെ കണ്ടുപിടിക്കുക, പുതിയ സിദ്ധാന്തങ്ങളെ ആവിഷ്കരിക്കുക. അപ്പൊ ചിന്തയിൽ ഒരു എഴുത്തുകാരൻ നടത്തുന്നത് യാഗമാണ്, ഒരു ശാസ്ത്രജ്ഞൻ പരീക്ഷണശാലയിൽ നടത്തുന്നത് യാഗമാണ്. ചന്ദ്രയാൻ വിക്ഷേപിച്ചത് വാസ്തവത്തിൽ ഒരു യാഗസമാനമായ പ്രവൃത്തിയാണ്. അതെപ്പോഴാ യാഗമാവുന്നത്? അതിൽ സ്വാർത്ഥതയില്ലാതാകുമ്പോൾ. അത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാര്യയ്ക്കും പണം ഉണ്ടാക്കാനാണ് ഞാൻ പരീക്ഷണം നടത്തുന്നത് എന്ന് വരുമ്പോൾ അത് യാഗമല്ല. ഒരു കർമ്മം യജ്ഞമായി മാറുന്നത് അത് നിസ്വാർത്ഥമാകുമ്പോഴാണ്, അതൊരു സമൂഹത്തിന് വേണ്ടിയുള്ളപ്പോഴാണ്. അപ്പൊ മാരീചനും സുബാഹുവും വാസ്തവത്തിൽ എന്താ ചെയ്തേ? നന്മ ചെയ്യുന്നവരെ, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് സംരക്ഷിക്കണം അല്ലേ? ഈ സമൂഹത്തിൽ സ്വാർത്ഥതയില്ലാതെ ജീവിക്കുന്നവരുണ്ടെങ്കിലേ നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശയങ്ങളുടെ പ്രപഞ്ചത്തിലേക്ക് ഈ ക്വിസിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മങ്കടയിലെ സുന്ദരി കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു മാം. ശ്രീജിത്ത് സർ. നമ്മുടെ ഇതിഹാസങ്ങളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പല തലങ്ങളിൽ ഇതിനെ വ്യാഖ്യാനിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ആത്മീയമായിട്ട് നമ്മൾ കേട്ടു, വെറും കഥ വായിച്ചാൽ കഥയായിട്ട് വായിക്കാം. ദാർശനികമായിട്ട് അതിൽ നിന്നുള്ള ദർശനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അതിലെ കാവ്യഭംഗിയാണ്, കാവ്യാത്മകതയാണ്. ഇതിനെ ഒരു വെറും കാവ്യമായിട്ട് മാത്രം നിങ്ങൾ കണ്ടോളൂ. രാമായണം എന്ന് പറയുന്നത് രാമനുമായി ബന്ധപ്പെട്ട കേവലം ഒരു യോദ്ധാവിൻ്റെ കാവ്യം എന്ന രീതിയിലത്തേക്ക് മാത്രം കണ്ടോളൂ. ഏതൊരു യോദ്ധാവിൻ്റെ ചരിത്രത്തിനും ലിഖിതത്തിനും അതിൻ്റെ ആദ്യമായിട്ട് അയാളുടെ ശ്രേഷ്ഠത്വത്തിലേക്കുള്ള ഒരു ഉയർച്ചയുണ്ട്,
ഒരു ഗ്ലോറിയിലേക്കുള്ള ഒരു എലിവേഷൻ എന്ന് പറയുന്ന ഒരു ക്ലെയിം ടു ഫെയിം. അതായത് ഈ രാമചന്ദ്രൻ അവിടെ അയോധ്യയിലെ ഒരു ചെറിയ കുട്ടിയായിട്ട് വരുന്നു, അസ്ത്രശസ്ത്രങ്ങളെല്ലാം പഠിക്കുന്നു, എല്ലാ വിദ്യകളും പഠിക്കുന്നു, അറിവ് സമ്പാദിക്കുന്നു. പക്ഷെ അതിനുശേഷം എന്താണ് രാമൻ എന്ന് ഈ പുറം ലോകത്തിനോട് വിളിച്ചു പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ആ സന്ദർഭം ഒരുങ്ങുക എന്ന് പറയുന്നത് കാവ്യം എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ നോക്കിയാൽ പോലും അതിലൊരു അനിവാര്യതയുണ്ട്. അപ്പോൾ അവിടെ ആരാണ് രാമൻ, ഈ പഠനത്തിൽ നിന്ന് രാമൻ്റെ കഴിവെന്താണ് എന്ന് പുറം ലോകത്തിനെ അറിയിക്കുന്ന, അങ്ങനെ അവരോട് വിളിച്ചു പറയുന്ന ആ ക്ലെയിം ടു ഫെയിം എന്ന് പറയുന്നതാണ് ഈ യാഗരക്ഷ. എന്തൊക്കെയാണോ പഠിച്ചിരിക്കുന്നത് ആ പഠിച്ചിരിക്കുന്ന തത്വങ്ങളെ അത്രയും മനസ്സിലാക്കിക്കൊണ്ട് വളരെ ദുർഘടമായിട്ടുള്ള പ്രതിസന്ധി നിറഞ്ഞ ഒരു ഭൂമിയിലേക്ക് പോവുകയും അവിടെ എന്താണോ തൻ്റെ ഗുരു, നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ ലൈഫ് കോച്ച് തന്നോട് ആവശ്യപ്പെടുന്നത്, അതിൽ നിന്ന് ഒരല്പം പോലും വ്യതിചലിക്കാതെ തൻ്റെ ധർമ്മം എന്താണോ ആ ധർമ്മം നിറവേറ്റുകയും ചെയ്യുന്നു. അത് നിറവേറ്റുമ്പോൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന ഈ ചരിത്രം മുഴുവൻ പറഞ്ഞിരിക്കുന്ന ഈ രാക്ഷസന്മാരുണ്ട്, അവിടെ യാഗം തടസ്സപ്പെടുത്താൻ വരുന്ന ആൾക്കാരുണ്ട്, പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കഴിവ് തെളിയിക്കുകയാണ്. താൻ ഇന്നയാളാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാവ്യത്തിലെ ഭംഗിയിലുള്ള ഒരു യോദ്ധാവിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ശേഷമാണ് രാമൻ്റെ തലം മാറുന്നതും രാമൻ പിന്നീട് അങ്ങോട്ട് പോകുന്നതും. അപ്പോൾ അങ്ങനെ കാവ്യാത്മകമായി ചിന്തിച്ചാൽ പോലും അതിനുള്ള ഒരു സ്ട്രക്ചറുണ്ട്, ഒരു തിരക്കഥയ്ക്കുള്ളത് പോലെയുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അങ്ങനെ കഥാവികാസത്തിന് ഉതകുന്ന രീതിയിലുള്ള സന്ദർഭങ്ങൾ സൃഷ്ടിക്കുക, അതിൻ്റെ ഡീറ്റെയിലിംഗ്, ക്യാരക്ടറൈസേഷൻ എന്നതിൽ കൂടി നമ്മളിങ്ങനെ രാമായണത്തിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിഹാസങ്ങളെ വായിക്കാൻ ശ്രമിച്ചാൽ ഈ ആസ്വാദ്യം എന്ന് പറയുന്നത് കൂടുതൽ ആസ്വാദ്യമാകും. നമുക്ക് ദർശനങ്ങളെടുക്കാം, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെടുക്കാം, ഒപ്പം അതിൻ്റെ കാവ്യ ഭംഗി കൂടി നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത്തേട്ടോ? ഇപ്പോൾ പ്രായോഗിക വശത്തിലേക്കാണ് ഞാൻ കൂടുതൽ കിടക്കുന്നത്. ദാർശനിക വശം പറഞ്ഞു, കാവ്യാത്മകത പറഞ്ഞു, അതിൻ്റെ സ്പിരിച്വൽ ആസ്പെക്റ്റ് പറഞ്ഞു. ഞാൻ അതിൻ്റെ പ്രായോഗിക വശത്തെ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ പറയുന്ന കേട്ടപ്പോൾ. ഇതിൽ യജ്ഞം എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് എന്നൊരു അർത്ഥമുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥിനികളാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട യജ്ഞം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു സമയം കൂടിയുണ്ട്. കാരണം ഞാനിത് പറയാൻ കാരണം, ഷോർട്ട് ടേം നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോഴത്തെ പുതുതലമുറയിലെ വിദ്യാർത്ഥിനികൾ ചെയ്യുന്ന കാര്യം ഞാൻ പലപ്പോഴും പേപ്പറിൽ വായിക്കുന്നുണ്ട്. ലഹരിയുടെ അടിമ ആവുന്ന ഒരുപാട് നമുക്ക് വാർത്തകൾ വായിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ലഹരിക്ക് അടിമപ്പെടുക. ഞാൻ എൻ്റെ ജീവിതം എൻജോയ് ചെയ്യുകയാണ്, എൻ്റെ ലൈഫാണ് എനിക്ക് വലുത്. ഞാനിപ്പോൾ ആ എൻജോയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയുക, കർമ്മം എന്നുള്ളത് വലിയൊരു സാധനമാണ്. നമുക്ക് ഭാരതത്തിൻ്റെ അടിസ്ഥാനം തന്നെ നിൽക്കുന്നത് കർമ്മം എന്ന് പറഞ്ഞൊരു കാര്യത്തിലാണ്. നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മത്തിനനുസരിച്ചായിരിക്കും അടുത്ത ഇതിൽ പ്രവേശിക്കുന്ന, അടുത്ത ലൈഫ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ കർമ്മവും നമ്മുടെ യജ്ഞവും നമ്മുടെ ഗോൾസും എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ പ്രായം, ഇപ്പോൾ ഈ പ്രായം. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ടേം ഇങ്ങനത്തെ ലഹരികളിലൊന്നും പോയി പെടാതെ വിദ്യാഭ്യാസം എന്ന കാര്യത്തിലും കായിക അഭ്യാസങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ട് കളിക്കുകയും അതേപോലെ തന്നെ പ്രാർത്ഥിക്കുകയും പഠനത്തോടൊപ്പം തന്നെ ബാക്കിയുള്ള അച്ഛനമ്മമാർ പറയുന്ന നല്ല കാര്യങ്ങൾ അവരോട് അധികം എതിർക്കാതെ നിങ്ങൾ നല്ലൊരു ടൈം ടേബിൾ ഇട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു യജ്ഞം തന്നെയാണ്. അപ്പോൾ ആ യജ്ഞത്തിലും നിങ്ങൾ ജയിക്കട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. രണ്ടുപേർക്കും ആശംസകൾ, നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ശരത്തേട്ടാ. അപ്പോൾ ഫുള്ള് മാർക്കും കിട്ടി, നല്ല അഭിപ്രായം കിട്ടും അല്ലേ? അപ്പോൾ വജ്രവ്യൂഹം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇനി നമുക്ക് പോകാം മകരവ്യൂഹത്തിലേക്ക്. മകരവ്യൂഹത്തിൽ ഇനി ആരാ പെർഫോം ചെയ്യാൻ വരുന്നതെന്ന് നമുക്ക് ചോദിക്കാം. ശരത്തേട്ടാ? ഇപ്പോൾ എത്തുന്നത് ചിന്മയ വിദ്യാലയ പല്ലാവൂർ പാലക്കാടിലെ കുട്ടികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയ പല്ലാവൂർ.
എന്റെ ഇടവും വലവും നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മോളുടെ പേരെന്താ? അനന്യ. അനന്യ വരുന്നുണ്ടപ്പോഴേ ചിരിച്ച് ഇത്ര സന്തോഷത്തിൽ ഒരു രാക്ഷസിയൊക്കെ വരുന്ന ആദ്യമായിട്ട് കാണും. ഫുൾ ഹാപ്പിനെസ് ആണ്. അല്ല, നിങ്ങളെ മൂന്നുപേരെ ഒരുമിച്ച് കാണാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവിടെ ഒരു സ്വാമിജി ഇരിക്കുന്നോണ്ട് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല, എനിക്ക് ശാപം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ തറ്റത്തെ രണ്ടുപേരും അവിടെ തറ്റത്തെ രണ്ടുപേരും വേണം ഇവിടെ നിർത്താം. 3 പേരെ ട്രിപ്ലറ്റ്സ് ആണോ എന്ന് സംശയം. നിങ്ങളിത് വല്ല ട്യൂഷന് പോണുണ്ടോ എന്നെ ഇങ്ങനെ ആക്കാൻ വേണ്ടിട്ട്? എനിക്ക് സംശയമുണ്ട്. പോട്ടെ, സാരില്ല. ഇന്നിനിപ്പം എന്റെ ദിവസമായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ കുട്ടികളെ പരിചയപ്പെടാൻ പോവാണ്. ആറ്റത്തും തുടങ്ങാം. ശ്രാവൺ എത്രാം ക്ലാസ്സിലാ? +1. കൃഷ്ണപ്രിയ 7th. എന്താ പേര് പറഞ്ഞേ? 12th. കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ. അനന്യ 12th. ഇവിടെ പേര്? അക്ഷയ 7th. നിരഞ്ജൻ 10th. ഈ മൂക്കുത്തിയാണ് എന്നെ ഹഠാത് ആകർഷിച്ചത്. നല്ല രസമുണ്ട്. ഇവിടെ തിരിഞ്ഞ ഞാൻ തൊടണില്ല, കണ്ടോ? ഭയങ്കര മറ്റേ എന്താ പറയാ, സിംഗിൾ പീസൊക്കെ അത് കിട്ടുള്ളൂ. അതവിടെ നോക്കി അടിച്ചു മാറ്റി വെച്ചു അല്ലേ? നോക്കി സെലക്ട് ചെയ്തതാ? അല്ല, എല്ലാം ഇവര് തന്ന സാധനങ്ങളാണ്. പേഴ്സണൽ ചോയ്സ് ഒന്നുമില്ല. അക്ഷയ അത് സൂക്ഷിച്ചോളൂ, ഒരാള് നോട്ടിട്ടുണ്ട്, അത് പോയി. അല്ല, ഇതെന്റെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ മുഖം പിന്നെ കാണില്ല, ഒരുമാതിരി പരിചയിട്ട പോലെ ഇരിക്കും. ഈ ശ്രീജിത്ത് സാറിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാര, ചിലയിടത്ത് പുക. നിങ്ങളുടെ സ്വഭാവം എന്തെങ്കിലും മാറിപ്പോയത്? കാറ്റടിച്ച് സഹവാസം കൊണ്ടാ. ശ്രീജിത്ത് സാർ പറയുന്നു വിധുബാല ചേച്ചിയുടെ കാറ്റടിച്ച് വന്ന സ്വഭാവമാണെന്ന് പറയുന്നു. ഇത് ടെലികാസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇവിടെ വരണേന് മുമ്പ് നല്ല മാന്യമായി ഡിബേറ്റ് ചെയ്തിരുന്ന ആളല്ലേ? എങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യനാ അവസ്ഥ. അല്ല, എനിക്ക് അഭിമാനമുണ്ട് കുനിഷ്ഠയാണെന്ന് അറിയാൻ. ഓക്കേ, അപ്പൊ നമുക്ക് ഇന്നത്തെ സബ്ജക്ട് എന്താണെന്ന് ഞാൻ ചോദിക്കുകയാണ്. എന്നിൽ നിന്നും നിങ്ങൾ കാര്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നു. നമ്മൾ മകരവ്യൂഹത്തിലാണ് നിൽക്കുന്നത്. ആ ഭാഷയൊക്കെ വിട്ടേക്ക്, സാധാരണയിലേക്ക് വരും. ഓക്കെ, അപ്പോ എന്താണ് എടുത്തിരിക്കുന്ന സബ്ജക്ട്? ഞങ്ങളുടെ മഹിഷി നിഗ്രഹമാണ്. ഓക്കെ, ഞങ്ങളുടെ മഹിഷി നിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹിഷി നിങ്ങളുടെ ആരായിട്ട് വരും? ഞാനാ മഹിഷി. അല്ല, അതല്ല ഉദ്ദേശിച്ചത്. എന്റെ ദൈവമേ, ഞങ്ങളുടെ മഹിഷി നിഗ്രഹം എന്ന് പറഞ്ഞോണ്ട് ഞങ്ങളുടെ സ്കിറ്റ് അങ്ങനെ. ഓക്കെ, എന്തായാലും സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഫുൾ സെറ്റാണ് അല്ലേ? തകർത്ത് പൊളിച്ചെടുക്കാൻ പോവാ. അപ്പൊ നമ്മുടെ ഈ ഒരു റൗണ്ടിന്റെ റൂൾസ് എന്തൊക്കെയാണെന്നറിയോ? ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 എണ്ണം. അന്ന് ഒരു 2-3 എണ്ണം പറ, ബാക്കി ഞാൻ പറയാലോ. പണി പറഞ്ഞു. 7 മിനിറ്റിനുള്ളിലായിരിക്കണം. ഓക്കെ. 5 പേരായിരിക്കണം. ഓക്കെ. പിന്നെ നല്ല എനർജിയോടെ ചെയ്യണം. അതൊന്നും റൂളല്ല, അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ കിട്ടും. അപ്പൊ ബാക്കി റൂൾസ് ഇത്രയേ ഉള്ളൂ. 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. ഡയറക്ഷൻ, അഭിനയം, സ്ക്രിപ്റ്റ്. 70 മാർക്കിലായിരിക്കും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിൽ 20 മാർക്ക് വെച്ചിട്ട് നമ്മുടെ വിധുബാല ചേച്ചിയും ശരത്തേട്ടനും ബാക്കി 3 പേരും 10 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. നാരദനല്ലേ? ഭയങ്കര സകലമാന പുച്ഛത്തിലാണ് നേരത്തെ ഒന്ന് നോക്കിയത്. പിന്നെ ഞാനത് ബ്രേക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള റൂൾസ് പറയാന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ എന്നുള്ള പോലെയായിരുന്നു. എന്ത് പറ്റി പെട്ടെന്നൊരു പുച്ഛം? പുച്ഛമൊന്നുമില്ല. ഇല്ല അല്ലേ? ഈ നാരദനായതിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. നാരദനായ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കട്ടെ. ഫുൾ മാർക്കും കിട്ടാനുള്ള പെർഫോമൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നാരായണ നാരായണ. വ്യാമോഹങ്ങളും വാസനകളും കാരണം ആത്മാവിനെ മറക്കുന്നു. ദൈവചേതനയുടെ അസ്തമയം മൈത്രി, സ്നേഹം, കരുണ, അഹിംസ തുടങ്ങിയ ഗുണങ്ങളുടെ നാശത്തിനു കാരണമാകുന്നു. നാരായണ നാരായണ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ. മഹിഷി നിഗ്രഹാർത്ഥം ഹരിഹരപുത്രനായി ജനിച്ച അയ്യപ്പൻ പന്തള രാജാവിന്റെ കൊട്ടാരത്തിൽ മകനായി വളരുന്നു. അയ്യപ്പനെ ഉന്മൂലനം ചെയ്യാൻ രാജ്ഞിയെ കൂട്ടുപിടിച്ച് പുലിപ്പാലിനായി കാട്ടിലേക്ക് അയക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തുന്നു. സ്നേഹനിധിയായ പന്തള രാജാവ്
വിസമ്മതിച്ചുവെങ്കിലും മഹിഷി നിഗ്രഹം അവതാരോദ്ദേശ്യമായ അയ്യപ്പൻ പിതാവിനോട് അനുവാദം വാങ്ങി പുലിപ്പാലിനായി വനത്തിലേക്ക് പുറപ്പെടുന്നു. ധർമ്മ സംരക്ഷണത്തിനായി അവതരിച്ച ഭഗവാൻ അയ്യപ്പന്റെ മഹിഷി നിഗ്രഹം ഇവിടെ സാക്ഷാത്കൃതമാകുന്നു. മഹിഷിയെ നിഗ്രഹിക്കുവാൻ ശിവന് വിഷ്ണുമായയിൽ പിറന്ന പുത്രന് മാത്രമേ കഴിയൂ. ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായ മാതാവിന്റെ ഉദരരോഗം നമ്മുടെ അവതാര ലക്ഷ്യത്തിന് ഒരു നിമിത്തം മാത്രം. ആരാണ് നീ? എന്തിനിവിടെ വന്നു? നീ ആരാണ്? ഈ തകർന്നു കിടക്കുന്ന മുനിവാടങ്ങളും യാഗശാലകളും ഒന്നും കണ്ടിട്ട് നിനക്ക് മനസ്സിലാക്കുന്നേ ഞാൻ ആരാണെന്ന്? ഇത് അസുരന്മാരുടെ വിഹാര കേന്ദ്രമാണ്. ഇവിടെ പ്രവേശിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഞാൻ മഹിഷിയെ തേടി എത്തിയതാണ്. മഹിഷിയെയോ? ത്രിലോകങ്ങളും ഭയപ്പെടുന്ന മഹിഷിയെ ദേവഗണങ്ങൾക്കും അവരുടെ അധിപനായ ഇന്ദ്രന് പോലും ഭയമാണ്. മരണമില്ലാത്തവൾ പിന്നെയാണോ നീ? എവിടെ മഹിഷി? പർണശാലകൾ തകർത്തു, യാഗങ്ങൾ മുടക്കി, ഋഷീശ്വരന്മാരെ ഭയചകിതരാക്കി, ത്രിലോകങ്ങളെയും വെല്ലുവിളിച്ച് ആസുരിക സമ്പത്ത് വാരി വിതറിയ മഹിഷിയെ വധിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കും. ഇത് എന്റെ ഇരയാണ്. ഈ കൊടുമ്പനത്തിൽ ഒറ്റയ്ക്ക് വന്ന നീ ആര്? ഞാൻ നിന്നെ തേടി എത്തിയതാണ്. എന്തിന്? നീ ദേവഗണങ്ങളെ ആട്ടിയോടിച്ചു, ഋഷിമാരെ കൊന്നുതള്ളി, യമനെ പോലും കബളിപ്പിച്ചുകൊണ്ട് വരവും വാങ്ങി. ഈ ലോകങ്ങളും എന്റെ കാൽ കീഴിലാണ്. ദേവഗണങ്ങളെ എന്നേക്കുമായി ഞാൻ നശിപ്പിക്കും. ഇഹത്തിലും പരത്തിലും എന്റെ ഇച്ഛ മാത്രമേ നടക്കൂ. നാം നിന്നെ പോരിന് വിളിക്കുന്നു. ഇന്ന് നീ എന്റെ അന്യമായി തീരും. മഹിഷി, നിന്റെ സഹോദരന്റെ ഗതി നിനക്കും വന്നു ചേരും. യമപുരം വിൽക്കാൻ തയ്യാറായിക്കോളൂ. തത്വമസി പൊരുളായ ഭഗവാനെ, അങ്ങ് എന്നെ സ്വീകരിച്ചാലും വിശ്വമാതാവായി നീ എന്നും എന്നോടൊപ്പം ഉണ്ടാവും. ജീവാത്മാവ് സാക്ഷാത് പരമാത്മ ചൈതന്യമാണെന്ന തത്വം മനസ്സിലാക്കി ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുകയാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. ഹൃദയശുദ്ധിയാണ് ഈശ്വരലാഭത്തിനുള്ള പോംവഴി. അതിനായി നാം ധർമ്മബോധവും സേവാഭാവവും ത്യാഗബുദ്ധിയും ഉള്ളവരായി തീരണം. സ്വാമീ ശരണമയ്യപ്പ. അങ്ങനെ അടിച്ചു പൊളിച്ച് സ്കിറ്റ് ചെയ്തല്ലേ? ഹാപ്പിയാണോ എല്ലാവരും സ്വന്തം പെർഫോമൻസിൽ? ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ നേരെ നമുക്ക് അഭിപ്രായങ്ങളിലേക്ക് കിടക്കാം അല്ലേ? സ്വാമിജി,
ഇവിടെ പറയുകയാണെങ്കിൽ ഈ മഹിഷി പോത്താണ്, ബോധമില്ലായ്മയുടെ പ്രതീകമാണ് ഈ പോത്ത്. ഇപ്പം ഈ അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വിവരമില്ലായ്മയെ അല്ലെ ബോധമില്ലായ്മയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഷഡ്വൈരങ്ങളുള്ളവനാണ് സ്വഭാവം. മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ഷഡ്വൈരങ്ങളാണ്. ആ ഷഡ്വൈരങ്ങളെ ഇല്ലാതാക്കി സ്വരൂപത്തിലേക്ക് നയിക്കാൻ അയ്യപ്പന് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഹരൻ ഹരിക്കുന്ന ആളാണ്, ഹരിയും ഹരിക്കുന്ന ആളാണ്. ഷഡ്വൈരികളെയാണ് ഹരനും ഹരിയും ഇല്ലാതാക്കി മാറ്റുന്നത്. ബ്രഹ്മചാരിയായ അയ്യപ്പന് കാമനിഗ്രഹം വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നായി മാറുന്നു. എല്ലാ വെല്ലുവിളികളെയും അയ്യപ്പന് നേരിടാൻ സാധിക്കുന്നത് ഈ തപസ്സുകൊണ്ടാണ്. അപ്പോൾ നമുക്കും അനുഗ്രഹത്തിനുള്ള വഴിയെന്ന് പറയുന്ന ഈ തപസ്സാണ്. അതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ട തത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. നന്ദി, സന്തോഷം. നന്ദി സ്വാമിജി. വിധുബാല ചേച്ചി? നന്നായിരുന്നു, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. അയ്യപ്പന് കുറച്ചും കൂടെയൊക്കെ ഒരു വീര്യമാവാമായിരുന്നു എന്ന് തോന്നി. അഭിനയം എല്ലാവരുടെയും നന്നായിരുന്നു. ടു ഷോർട്ട് ആൻഡ് വല്ലാതെ ക്രിസ്പി ആവണം എന്ന് വെച്ചിട്ട് ഇത്ര വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. അപ്പോൾ ഇത് കുറച്ച് നമ്മളത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങളുടെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. കൊടുത്ത സബ്ജക്റ്റിന് അത് അതേപടി നിങ്ങൾ അത് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ കുറച്ചും കൂടി നിങ്ങൾക്കത് നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. നിങ്ങളെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു ഒക്കെ. വളരെ യാതൊരു സംശയവുമില്ല. സ്വാമിജി പറഞ്ഞ പോലെ മഹിഷിയും എല്ലാവരും വളരെ നന്നായിരുന്നു. അയ്യപ്പന് കുറച്ചും കൂടെ ഗാംഭീര്യമാവായിരുന്നു. ഇതാണ് എനിക്ക് തോന്നിയത്. ആ അയ്യപ്പനും ലീലയും തമ്മിലുള്ള മഹിള ഒരു സെൻറ്റൻസിൽ അങ്ങോട്ട് തീർന്നു മാളികപ്പുറമായത്. ആ ഒരു ഷോർട്ട് കമ്മിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതർവൈസ് ഇറ്റ് വാസ് ഗുഡ്. നല്ലത്, ഗുഡ്. അഭിനന്ദനം. താങ്ക് യു ചേച്ചി. ശരത്തേട്ടാ? ചേച്ചി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ അനുകൂലിക്കുകയാണ്. ഈ ഇമോഷണൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആക്ടേഴ്സിൻ്റെ ഇടയിൽ. ഇപ്പോൾ നാരദൻ്റെ ഇമോഷൻ എന്താണ്, നമ്മൾ ഈ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ കഥാപാത്രമായിട്ട് വരുമ്പോൾ നാരദൻ എന്തായിരിക്കണം ഉള്ളിലുള്ളത്, അതേപോലെ തന്നെ മഹിഷിയുടെ എന്തായിരുന്നു എന്നുള്ളത്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ നന്നായത് അനന്യ തന്നെയാണ്. മഹിഷിയുടെ ആ ഒരു ഇത് ഇമോഷണൽ ഇത്, പിന്നെ ടോട്ടൽ സ്പീഡ് ഓഫ് ദ സ്കിറ്റ് തുടക്കം മുതൽ അവസാനം വരെ നല്ല എനർജി പാക്ഡ് ആയിട്ടാണ് പോയത്. നിങ്ങൾ ഉള്ള സമയത്ത് എല്ലാം നല്ല അഭിനയമായിരുന്നു നിങ്ങൾ കാഴ്ചവെച്ചത്. അപ്പോൾ അതൊക്കെ പോസിറ്റീവ് സൈഡാണ്. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ഇനിയും ആവാമായിരുന്നു, ആ കഥ കുറച്ചും കൂടി നന്നായി പറഞ്ഞു തീർക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും നല്ല കലാകാരനും കലാകാരികളുമാണ് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ശരത്തേട്ടാ. മാം, ലക്ഷ്മി മാം? നന്നായി. പല്ലവൂരെ കുട്ടികൾ നന്നായി അവതരിപ്പിച്ചു. നാരദന്റെ ആദ്യത്തെ ഭജനയൊക്കെ ഞങ്ങളും കൈയടിച്ചിങ്ങനെ ആസ്വദിച്ചു. എനിക്കതിൽ നിന്ന് തോന്നിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഹിഷി ഒരു സ്ത്രീഭാവമായിട്ടാണല്ലോ ഇവിടെ പറയുന്നത്. ഏതൊരു സ്ത്രീക്കുള്ളിലും ഒരുപക്ഷെ മഹിഷി ആയേക്കാവുന്ന ചില ഗുണങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. മഹിഷി പുറത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ സ്ത്രീകളുടെ ഉള്ളില്. അത് നമ്മുടെ സംസ്കാരം കൊണ്ട്, നമ്മുടെ പാരമ്പര്യം കൊണ്ട്, നമ്മുടെ സനാതന മൂല്യങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ ഉള്ള മഹിഷിത്വത്തെ ഒരു അയ്യപ്പ സാന്നിധ്യം കൊണ്ട് നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ആ മഹിഷിത്വമൊക്കെ പുറത്തേക്ക് വരും, മറ നീക്കി പുറത്ത് വരും. പക്ഷേ മഹിഷിക്കുള്ളിൽ നിന്ന്, പുറത്ത് വന്നേക്കാവുന്ന മഹിഷിക്കുള്ളിൽ നിന്നും ആ നീചഭാവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഈശ്വര സാന്നിധ്യത്തെയാണ് വാസ്തവത്തിൽ ഇവിടെ കാണിക്കുന്നത്. ആ മഹിഷി സുന്ദരിയായ ഒരു ഭാവത്തിലേക്ക് വന്നില്ലേ. അപ്പോൾ ഒരു ക്രൂരതയുടെയും കാലുഷ്യത്തിൻ്റെയും, എപ്പോഴും വഴക്കുണ്ടാക്കുന്ന, എപ്പോഴും മറ്റുള്ളവർക്ക് അസ്വസ്ഥത പകർത്തുന്ന ഒരു മഹിഷിയും സ്ത്രീയിലുണ്ട്. വാത്സല്യം, സ്നേഹം, വിനയം, ഭക്തി, നന്മ, കാരുണ്യം, കരുതൽ, ഇതിൻ്റെയൊക്കെ ഒരു സുന്ദരിയും നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ. അതാണ് സൗന്ദര്യം. അതുകൊണ്ടാണ് ആ മഹിഷി രൂപം മാറിയത്, സുന്ദരിയായി മാറിയത്. സ്ത്രീയിൽ കാരുണ്യം നിറയുമ്പോഴാണ് അവൾ സൗന്ദര്യമാവുന്നത്
അല്ലാതെ മേക്കപ്പ് ചെയ്യുമ്പോഴല്ല, വലിയ കോസ്റ്റ്യൂം ഇടുമ്പോഴല്ല, വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴല്ല. സ്ത്രീയിൽ കാരുണ്യമുള്ളപ്പോഴാണ്, വാത്സല്യമുള്ളപ്പോഴാണ്, നന്മയുള്ളപ്പോഴാണ് സ്ത്രീ സുന്ദരിയാവുന്നത്. അതില്ലാത്തപ്പോ എല്ലാരെയും കൊല്ലണം, എല്ലാവരെയും നശിപ്പിക്കണം, നന്മ ചെയ്യുന്നവരെയൊക്കെ ഇല്ലാതാക്കണം എന്ന് വരുമ്പോ ഈ കൊമ്പൊക്കെ വരും. കാണുന്നില്ല എന്നേ ഉള്ളൂ നമ്മള്. അപ്പൊ ഈ കൊമ്പൊക്കെ പോയി സുന്ദരിയാവണമെങ്കിൽ ഉള്ളിലെ സൗന്ദര്യം തിരിച്ചറിയണം. അപ്പൊ ഇവിടെ മാളികപ്പുറത്തമ്മയെ ആക്കി മാറ്റി, തൻ്റെ ഒപ്പം തൻ്റെ സഹോദരിയാക്കി എന്നും നമ്മൾ പോയി തൊഴൂലേ, അനുഗ്രഹിച്ചു. അപ്പൊ സ്ത്രീയുടെ സൗന്ദര്യമാണ് അവളുടെ സ്വഭാവം എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല നാടകീയ ഭാവങ്ങൾ ഞങ്ങൾക്ക് തന്നതിന് നന്ദി. താങ്ക് യു മാം. ശ്രീജിത്ത് സർ, ഇതിലൊരു കാര്യമുണ്ട്, അതിലൊരു ഡയലോഗുണ്ട്. ഈ പർണശാലകളൊക്കെ തകർന്നു കിടക്കുന്നത് കണ്ടില്ലേ, ഈ ആശ്രമങ്ങളൊക്കെ ഇവിടെ നശിച്ചു കിടക്കുന്നത് കണ്ടില്ലേ എന്ന്. സാധാരണ ഈ കാട്ടിലൊക്കെ കയറി ആശ്രമങ്ങളൊക്കെ കെട്ടി അവിടെ യാഗമൊക്കെ ചെയ്ത് നടക്കുന്ന സിദ്ധരായിട്ടുള്ള ആൾക്കാർ അവരാർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന ആൾക്കാരാണോ? അല്ല. എന്നിട്ടും ആസുര ശക്തികൾ എല്ലായ്പ്പോഴും അവരെയാണ് ആക്രമിക്കുക, അല്ലേ? വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്കാണെങ്കിലും മറ്റാരെയും ഒന്നും ദ്രോഹം ചെയ്യാൻ പോകാത്ത കുറേ ആൾക്കാരെയാണ് ഈ പറയുന്ന രാക്ഷസന്മാരെല്ലാം കൂടെ വന്ന് ആക്രമിക്കുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഏതൊരു ആസുരാവതാരത്തിനെ നോക്കിക്കഴിഞ്ഞാലും ആ അവതാരം എല്ലായ്പ്പോഴും ഉപദ്രവിക്കുന്നത് ഈ പാവപ്പെട്ട, തിരിച്ച് അടിക്കാൻ പാങ്ങില്ലാത്ത സിദ്ധന്മാരെയാണ്. അതെന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സാധനയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സിദ്ധി. സിദ്ധി ഉണ്ടാകുമ്പോൾ ആ സിദ്ധിക്ക് വളരെ കൂടുതൽ പോസിറ്റിവിറ്റി ഉണ്ടാകും. ആ പോസിറ്റിവിറ്റി ഉപയോഗപ്പെടുത്തുന്ന പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ ഈ ലോകം കുറച്ചുകൂടി മികച്ചതായി മാറും. അപ്പോൾ അങ്ങനെ ഈ ലോകത്തിനെ കൂടുതൽ മികച്ചതാക്കുന്നതിൻ്റെ ഗവേഷണശാല എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തപസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടേത് ആരണ്യ സംസ്കാരമായി മാറുന്നതും. കാടുകളിലേക്ക് പോയി കാടുകളുമായി പ്രകൃതിയുമായി ചേർന്ന് നമ്മുടെ സാധന ചെയ്ത് നമ്മുടെ സിദ്ധി വളർത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഏതൊരു ആസുര ശക്തിയുണ്ടോ, ഭാരതീയ സങ്കല്പവുമായി ബന്ധപ്പെട്ട് ഏതൊരു ആസുര ശക്തി ഉണ്ടെങ്കിലും ആ ആസുര ശക്തി പ്രാഥമികമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള സാധനകളെയാണ്, സിദ്ധരെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തും ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി വളരെ വലിയ രീതിയിലുള്ള ത്രട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് വൈസ് നിങ്ങളെല്ലാം ഗംഭീരമാക്കി. എന്തായാലും ചിന്മയ വിദ്യാലയ പല്ലാവൂർ, പാലക്കാട് ഉള്ള കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് കേട്ടത്. ഇനിയിപ്പോൾ മാർക്സ് ചോദിച്ചാലോ? അപ്പോൾ ആദ്യം സ്വാമിജി, ഔട്ട് ഓഫ് 10? 8 മാർക്ക്. 8 ഔട്ട് ഓഫ് 10. ലക്ഷ്മി മാം? 7.5 മാർക്ക്. 7.5 മാർക്ക്. ശ്രീജിത്ത് സർ? ഞാനും 7.5 മാർക്ക്. വീണ്ടും 7.5 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. ശരത്തേട്ട, ഔട്ട് ഓഫ് 20? ഞാൻ 16 മാർക്ക്. 16 മാർക്ക്. ഇതുപോലെ ചേച്ചി? 16 മാർക്ക്. 16 മാർക്ക്. അപ്പം ഇനിയിപ്പം 70-ൽ എത്ര മാർക്കാണ് കിട്ടിയെന്ന് അറിയണ്ടേ? അപ്പം നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 55 ആണ്. ഓക്കെ ഓക്കെ. എന്തായാലും ഇനിയുള്ള എപ്പിസോഡുകളിൽ നിങ്ങളുടെ കൂടുതൽ പെർഫോമൻസുകളൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ നമ്മൾ വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ക്വിസ് റൗണ്ടാണ് കണ്ടത്. അതിനുശേഷം മകരവ്യൂഹത്തിൽ മഹിഷി നിഗ്രഹം എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കിറ്റാണ് നമ്മൾ കണ്ടത്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി. ശുഭദിനം.